ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആൽക്കഹോൾ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ റമ്മിലോ അല്ലെങ്കിൽ ജ്യൂസിലോ ഒന്നും സോക്ക് ചെയ്ത് വെക്കുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഓവനല്ല, ഇതുപോലൊരു കുക്കറിലാണ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പ് നികത്തിയിട്ട് കൊടുക്കുക. ഉപ്പ് അല്ലെങ്കിൽ മണലാണെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു വളയം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ കേക്ക് ട്രേ വെച്ച് കൊടുക്കുന്നത്. അത് എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊരു 15 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ പറയുന്ന മെഷർമെൻ്റ് എല്ലാം ഈ ഗ്ലാസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യം അതിനു വേണ്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആദ്യം ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം നല്ലപോലെ കൂട്ടിയിട്ട് കൊടുത്തിരുന്നാൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇത്രയും പോരാ, ഇതിനും കുറച്ചുകൂടെ നന്നായിട്ടത് കളർ മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ കുറച്ചുകൂടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കളറ് ഏകദേശം ഈ ഒരു പരുവമായിട്ടുണ്ട്. ഈ ഒരു നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷമേ നമുക്കതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഞാനൊരു 4 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് നന്നായി പൊട്ടിത്തെറിക്കും. കാരണം നല്ല ചൂടായിട്ട് കിടക്കുന്നതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അത് തെറിച്ച് വരും. അതുകൊണ്ടൊന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടി ഒരു 50 ഗ്രാം ഉണക്ക മുന്തിരിയാണ് എടുത്തേക്കുന്നത്. കറുത്ത മുന്തിരിയാണ് ഇതിന് ചേർക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നുള്ളൂ. അത് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, അത് നിങ്ങളുടെ കയ്യിൽ ഉള്ള കളർ അനുസരിച്ച് അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബദാം ക്രഷ് ചെയ്തത്, അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഈ മൈദ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കേക്കിൻ്റെ അടിവശത്ത് പോയിട്ട് സെറ്റാവും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈദ വെച്ചിട്ടൊരു കോട്ടിങ് കൊടുക്കുന്നത്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം 1 കപ്പ് മൈദമാവാണ് എടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഗ്ലാസ്സിന് ഒരു 1.25 ഗ്ലാസ് മാവുണ്ടാവും. അതായത് 240 ml. ഒരു 1.25 ഗ്ലാസ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണോളം ഗ്രാമ്പു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് വേണ്ട, 3/4 ടീസ്പൂണോളം തന്നെ മതിയാവും. നല്ല ഫ്ലേവർ ആയിരിക്കും. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ തന്നെ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ബേക്കിംഗ് പൗഡറും ഈ ഗ്രാമ്പു പൊടിയും ഇതെല്ലാം കൂടെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. 2 തവണ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സ് ആവും. ഇപ്പം ഞാൻ 2 തവണ അത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ്, മിക്സിയിൽ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. 2 മുട്ട ചേർത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ആണെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അരിയൊക്കെ അരയ്ക്കുന്ന വലിയ ജാറിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി അതൊരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ്
പഞ്ചസാര പൊടിച്ചെടുത്തത്, അതായത് കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്. 1 ഗ്ലാസ് പഞ്ചസാര എടുക്കുക, അതിനുശേഷം അത് പൊടിച്ചെടുത്തത് അതും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, അതായത് നമ്മുടെ ഗ്ലാസ്സിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. എന്നിട്ടത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 30 സെക്കൻഡോളം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി. ഇനി അത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മൈദ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പം ഈ ബാറ്റർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, ഒരുപാടിട്ട് ഓവറായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കരുത്. പയ്യെ ഒന്ന് കറക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ കുറേശ്ശെ പൊടി ആദ്യമേ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പം ഞാനിതുപോലെ ബാറ്റർ നന്നായിട്ട് പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ കളർ ആകെ മാറും. ഇത് ചേർത്തിട്ട് നമ്മൾ ഓവറായിട്ട് ഇട്ടങ്ങ് മിക്സ് ചെയ്യില്ല, പതിയെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയേ പാടുള്ളൂ. നമ്മൾ ഓവർ മിക്സിങ് ആയി പോയി കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് ഒരു സ്പൂൺ വെച്ചിട്ടാണേലും മതി, നന്നായിട്ടത് ഒന്ന് എല്ലാം ഇട്ടൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണ ഈ ബർത്ത്ഡേ കേക്കൊക്കെ തയ്യാറാക്കുന്ന പോലത്തെ അത്രയും ലൂസ് വേണ്ട ബാറ്ററിന്. ഇത്രയും തിക്കായിട്ടിരുന്നാലേ നമ്മുടെ പ്ലം കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി കേക്ക് ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഒരു ടിഫിൻ ബോക്സിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി എല്ലാ സൈഡിലും ഇങ്ങനെ തൂക്കി കൊടുത്തിരുന്നാൽ മതി. അതും ഒരു ബട്ടർ പേപ്പറിൻ്റെ എഫക്റ്റ് കിട്ടിക്കോളും. ഈ ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വിസ്താരമുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ പോകും. ഇനി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പം 15 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുക്കറിലെ അതിലേക്ക് നമ്മുടെ ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു കുറച്ച് നേരം, അതായത് എനിക്കിപ്പം ഇതിനകത്ത് കറക്റ്റ് 1 മണിക്കൂർ എടുത്തു. നമ്മളിപ്പം അതിന് മുമ്പ് ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിരുന്നു, പക്ഷേ ആയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 1 മണിക്കൂർ ആയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ചെറിയൊരു കമ്പ് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അത് നോക്കുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ കേക്ക് ആയിട്ടില്ല എന്നാണ് എൻ്റെ മീനിങ്. അപ്പം ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറായപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ്, നമ്മൾ ആ ഗ്രാമ്പൂ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ടേസ്റ്റ് അതിനകത്ത് നിൽക്കും. പ്ലം കേക്കിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് അതിനകത്ത് കിട്ടും. നമ്മളിപ്പോൾ ഇതിനകത്ത് ആൽക്കഹോളൊന്നും ചേർത്തിട്ടില്ല, എന്നാൽ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി അന്നല്ല, അതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് സത്യത്തിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം. ഈ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യണം. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്